ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. ജൽജീവൻ പദ്ധതി യാഥാർത്ഥ്യമായതോടെ രാജ്യത്തെ സ്ത്രീകളുടെ ജീവിതം കൂടുതൽ സുഗമമായതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്ത് ഇന്ന് 5254 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 6227 പേർക്ക് രോഗമുക്തി. രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 93.69%. മരണനിരക്ക് 1.46%. പോലീസ് നിയമ ഭേദഗതി അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് എതിരായി ഉപയോഗിക്കപ്പെടില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി നാളെ അവസാനിക്കും. ഐഎസ്എല്ലിൽ ഇന്ന് ഗോവ ബംഗളൂരു എഫ്സിയെ നേരിടും. വാർത്തകൾ വിശദമായി. ജൽജീവൻ പദ്ധതി ആരംഭിച്ചതിനുശേഷം ഇതുവരെ 2,60,00,000 കുടുംബങ്ങൾക്ക് പൈപ്പ് വാട്ടർ കണക്ഷൻ നൽകിക്കഴിഞ്ഞെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉത്തർപ്രദേശിലെ വിന്ധ്യാഞ്ചൽ മേഖലയിലെ മിർസാപൂർ, സോൻഭദ്ര ജില്ലകളിലെ ഗ്രാമീണ കുടിവെള്ള വിതരണ പദ്ധതിയുടെ ശിലാസ്ഥാപനം വീഡിയോ കോൺഫറൻസിംഗിലൂടെ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ജൽജീവൻ പദ്ധതി വഴി വീടുകളിൽ കുടിവെള്ളം എത്തിയതോടെ നമ്മുടെ അമ്മമാരുടെയും സഹോദരിമാരുടെയും ജീവിതം കൂടുതൽ സുഗമമായതായി പ്രധാനമന്ത്രി പറഞ്ഞു. പദ്ധതി യാഥാർത്ഥ്യമായതോടെ മലിനജലം കുടിക്കുന്നത് മൂലമുണ്ടാകുന്ന കോളറ, ടൈഫോയിഡ്, എൻസെഫലൈറ്റിസ് തുടങ്ങിയ രോഗങ്ങൾ കുറഞ്ഞതായും അദ്ദേഹം വ്യക്തമാക്കി. ഇതിലൂടെ കുട്ടികളുടെ ആരോഗ്യവും മാനസിക ശാരീരിക വളർച്ചയും മെച്ചപ്പെടുമെന്ന് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. സംസ്ഥാനത്ത് ഇന്ന് 5254 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 6227 പേർ രോഗമുക്തി നേടി. ഇതോടെ നിലവിൽ ചികിത്സയിലുള്ളവരുടെ എണ്ണം 65,856 ആയി. മലപ്പുറം 796, കോഴിക്കോട് 612, തൃശൂർ 543, എറണാകുളം 494, പാലക്കാട് 468, ആലപ്പുഴ 433, തിരുവനന്തപുരം 383, കോട്ടയം 355, കൊല്ലം 314, കണ്ണൂർ 233, ഇടുക്കി 220, പത്തനംതിട്ട 169, വയനാട് 153, കാസർഗോഡ് 81 എന്നിങ്ങനെയാണ് ജില്ല തിരിച്ചുള്ള കോവിഡ് കണക്ക്. ഇന്ന് 27 മരണം സ്ഥിരീകരിച്ചു. രോഗം സ്ഥിരീകരിച്ചവരിൽ 94 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നതാണ്. 53 ആരോഗ്യ പ്രവർത്തകർക്കുൾപ്പെടെ 4445 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ. 662 പേരുടെ രോഗ ഉറവിടം വ്യക്തമല്ല. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 48,015 സാമ്പിളുകളാണ് പരിശോധിച്ചത്. 10.94% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. ലോക്ഡൌൺ ഇളവുകൾക്ക് ശേഷം നാം എല്ലാവരും സ്വാഭാവിക ജീവിതത്തിലേക്ക് തിരികെ വരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കോവിഡ് പ്രതിരോധത്തിൽ വിട്ടുവീഴ്ച വരുത്തരുതെന്ന് നടൻ ടൊവിനോ തോമസ് ആകാശവാണി വാർത്തകളോട്. ഇലക്ഷൻ വരാൻ പോകുന്നു. നമുക്കെല്ലാവർക്കും ഈ അൺലോക്ക് പ്രക്രിയ ആരംഭിച്ചതിന് ശേഷം നമ്മളെല്ലാവരും നമ്മുടെ സ്വാഭാവിക ജീവിതത്തിലേക്ക് തിരിച്ചു വരാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വീടുകൾക്ക് പുറത്തിറങ്ങേണ്ട, ഒരുമിച്ച് കൂടേണ്ട അവസരങ്ങൾ ഇനിയും കൂടാനാണ് സാധ്യതയുള്ളത്. ഇനി പുറത്തിറങ്ങേണ്ട അവസരങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ കൂടുതൽ കെയർഫുൾ ആയിരിക്കേണ്ട കാര്യമുണ്ട്. നമ്മൾ മാസ്ക് ധരിക്കുമ്പോൾ പോലും കൃത്യമായിട്ട് മൂക്കും വായും മൂടുന്ന രീതിയിൽ മാസ്ക് ധരിക്കുകയും വീടിന് പുറത്തു പോയി തിരിച്ചു വരുന്ന സമയത്ത് കൈകൾ സാനിറ്റൈസർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ കഴുകി വൃത്തിയാക്കേണ്ട കാര്യവും ഒക്കെയുണ്ട്. നമുക്കറിയാം, നമ്മൾ പലയിടത്തും പോകുന്ന സമയത്ത് നമുക്കിതൊക്കെ ബുദ്ധിമുട്ടാണ്. നമുക്ക് ശീലിച്ചിട്ടില്ലാത്ത കാര്യം പുതിയ ശീലമായിട്ട് വന്നിരിക്കുന്നതാണ്. പക്ഷെ ഒരു ഗ്രേറ്റർ കോസിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരുടെയും സുരക്ഷയ്ക്ക് വേണ്ടി ചെയ്യുന്നതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ബുദ്ധിമുട്ടുകളെല്ലാം തൽക്കാലം നമുക്ക് കണ്ടില്ലെന്ന് നടിക്കാം. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിന്ന് കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് നമ്മൾ മാത്രം ചെയ്യുകയല്ല, ചുറ്റുമുള്ളവരെയും ചെയ്യാനായിട്ട് പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോവാം. രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 93.69%. 4,40,962 പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത്. കഴിഞ്ഞ ദിവസം രാജ്യത്ത് 45,209 പേർക്ക് പുതുതായി രോഗം ബാധിക്കുകയും 43,493 പേർ സുഖം പ്രാപിക്കുകയും ചെയ്തു. 501 മരണമാണ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തത്. 1.46 രാജ്യത്തെ കോവിഡ് മരണനിരക്ക്. 10,75,000-ലേറെ പരിശോധനകളാണ് കഴിഞ്ഞ ദിവസം നടത്തിയതെന്ന് ICMR അറിയിച്ചു. ലോകത്ത് ആകെ കോവിഡ് ബാധിതരുടെ എണ്ണം 5,86,00,000 കവിഞ്ഞു. 13,88,000-ലധികം പേർ ഇതുവരെ കോവിഡ് ബാധിച്ച് മരിച്ചു. 4 കോടിയിലധികം പേർ രോഗമുക്തി നേടി. ഏറ്റവും കൂടുതൽ രോഗികളുള്ള അമേരിക്കയിൽ ഇന്നലെ മാത്രം 2 ലക്ഷത്തോളം പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ബ്രസീൽ, റഷ്യ, ഇറ്റലി എന്നിവിടങ്ങളിലും കോവിഡ് വ്യാപനം രൂക്ഷമായി തുടരുകയാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ.
ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075-ലും ദിശയുടെ 1056-ലും ബന്ധപ്പെടാം. പുതിയ പോലീസ് നിയമ ഭേദഗതി അഭിപ്രായ സ്വാതന്ത്ര്യത്തിനോ നിഷ്പക്ഷമായ മാധ്യമ പ്രവർത്തനത്തിനോ എതിരായി ഉപയോഗിക്കപ്പെടില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സോഷ്യൽ മീഡിയയുടെ പ്രത്യേകിച്ച് ചില വ്യക്തിഗത ചാനലുകളുടെ അതിരുവിട്ട ദുരുപയോഗങ്ങളെക്കുറിച്ച് സംസ്ഥാന സർക്കാരിന് തുടർച്ചയായി പരാതി ലഭിച്ചതിനെ തുടർന്നാണ് നടപടി. സ്ത്രീകൾ, ട്രാൻസ്ജെൻഡർ വിഭാഗം എന്നിവർ നേരിടുന്ന സൈബർ ആക്രമണങ്ങളുടെ കൂടി പശ്ചാത്തലത്തിലാണ് ഈ ഭേദഗതി നടപ്പാക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഭേദഗതി സംബന്ധിച്ച് ഉയർന്നുവരുന്ന ക്രിയാത്മകമായ അഭിപ്രായങ്ങളെയും നിർദ്ദേശങ്ങളെയും സർക്കാർ തീർച്ചയായും പരിഗണിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരള പോലീസ് ആക്ടിൽ വരുത്തിയ ഭേദഗതി പ്രകാരം നടപടികൾ സ്വീകരിക്കുന്നതിന് മുൻപ് ഇതു സംബന്ധിച്ച പ്രത്യേക നടപടിക്രമം തയ്യാറാക്കുമെന്ന് സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ. ഓർഡിനൻസ് യാതൊരു വിധത്തിലും ദുരുപയോഗം ചെയ്യപ്പെടില്ലെന്ന് ഉറപ്പുവരുത്തും. നിയമവിദഗ്ധരുമായി കൂടിയാലോചിച്ചാകും പ്രത്യേക നടപടിക്രമം തയ്യാറാക്കുകയെന്നും പോലീസ് മേധാവി പറഞ്ഞു. സൈബർ അധിക്ഷേപങ്ങൾ തടയാനെന്ന പേരിൽ ഇടതു സർക്കാർ കൊണ്ടുവന്ന ഓർഡിനൻസ് മൌലികാവകാശങ്ങളുടെ ലംഘനമാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. സംസ്ഥാന സർക്കാരിന്റെ ദുഷ്ചെയ്തികളെ ആരും വിമർശിക്കരുതെന്നും വിമർശിച്ചാൽ ജയിലിലടയ്ക്കുമെന്നുമുള്ള ഭീഷണിയാണ് ഈ ഓർഡിനൻസ് എന്നും വ്യക്തമാക്കുന്നു. നിയമപരമായി നിലനിൽക്കാൻ ബുദ്ധിമുട്ടുള്ള ഇത്തരം ഓർഡിനൻസ് കൊണ്ടുവന്നത് വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ടാണെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി നാളെ അവസാനിക്കും. വൈകിട്ട് 3 വരെ പത്രിക പിൻവലിക്കാം. ഇതോടെ തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമാകും. ഒരു സ്ഥാനാർത്ഥിയുടെ പിൻവലിക്കൽ സാധുവാണെങ്കിൽ അത് പിന്നീട് റദ്ദാക്കാനാവില്ലെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വി ഭാസ്കരൻ അറിയിച്ചു. ജനങ്ങളുടെ പണം അവിഹിത മാർഗ്ഗങ്ങളിലൂടെ അനർഹർ തട്ടിയെടുക്കുന്ന അവസ്ഥയ്ക്ക് അറുതി വരുത്തിയത് നരേന്ദ്രമോദി സർക്കാരാണെന്ന് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ. പാലക്കാട് ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിലെ എൻഡിഎ സ്ഥാനാർത്ഥി സംഗമങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തദ്ദേശ തെരഞ്ഞെടുപ്പ് തീയതി അടുത്തതോടെ കണ്ണൂർ ജില്ലയിൽ സുരക്ഷാ പരിശോധന കർശനമാക്കുന്നു. മാവോവാദി ഭീഷണി നേരിടുന്ന പ്രദേശങ്ങളിലെ ബൂത്തുകളിൽ കൂടുതൽ സുരക്ഷ ഒരുക്കാനുള്ള നടപടിയും തുടങ്ങിയിട്ടുണ്ട്. വിശദ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കണ്ണൂർ ജില്ലയിൽ സുരക്ഷാ പരിശോധന കർശനമാക്കി. ജില്ലയിലെ വിവിധ സ്റ്റേഷൻ പരിധിയിൽ പോലീസും ബോംബ് സ്ക്വാഡും പരിശോധന നടത്തിവരികയാണ്. മാവോവാദി ഭീഷണി നേരിടുന്ന സ്ഥലങ്ങളിൽ കർശന സുരക്ഷ ഒരുക്കുന്നതിനും നിർദ്ദേശമുണ്ട്. ഇരിട്ടി പോലീസ് സബ് ഡിവിഷൻ പരിധിയിൽ ഇത്തരത്തിൽ 34 ബൂത്തുകൾ ഉള്ളതായാണ് വിലയിരുത്തുന്നത്. കേളകം കരിക്കോട്ടക്കരി സ്റ്റേഷൻ പരിധിയിൽ 10 ബൂത്തുകൾ വീതവും, ഇരിട്ടി പേരാവൂർ ആറളം സ്റ്റേഷൻ പരിധിയിൽ 4 വീതവും, ഉളിക്കലിൽ 2 പോളിംഗ് ബൂത്തുകളും ഭീഷണി നേരിടുന്നുണ്ട്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നവീകരണ ജോലികൾ നടക്കുന്ന ഭാഗത്ത് വന്യമൃഗങ്ങളുടെ സഞ്ചാരം സുഗമമാക്കാൻ നടപ്പാതയും മേൽപ്പാലവും നിർമ്മിക്കാൻ തീരുമാനം. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി പ്രതിനിധി ആന്റണി മുനിയറ. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നവീകരണ ജോലികൾ നടന്നുവരുന്ന മൂന്നാർ ബോഡിമെട്ട് ഭാഗത്താണ് വന്യമൃഗ സൌഹൃദ പാതകൾ ഒരുങ്ങുന്നത്. മൂന്നാർ മുതൽ ബോഡിമെട്ട് വരെയുള്ള 42 കിലോമീറ്റർ ദൂരത്താണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്. ദേവികുളം ഗ്യാപ്പിൽ ഉൾപ്പെടെ മലയുടെ ഒരു വശം ചെങ്കുത്തായി അരിഞ്ഞാണ് വീതി കൂട്ടുന്നത്. ഇത് വന്യമൃഗങ്ങളുടെ സ്വൈര്യസഞ്ചാരത്തിന് തടസ്സമാകുന്നുവെന്നാണ് വനം വകുപ്പിന്റെ നിലപാട്. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ഗോവ ബംഗളൂരു എഫ്സിയെ നേരിടും. രാത്രി 7:30-നാണ് മത്സരം. ഐഎസ്എല്ലിന്റെ കഴിഞ്ഞ സീസണിൽ ഇരു ടീമുകളും സെമിഫൈനൽ വരെ എത്തിയിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ജൽജീവൻ പദ്ധതി യാഥാർത്ഥ്യമായതോടെ രാജ്യത്തെ സ്ത്രീകളുടെ ജീവിതം കൂടുതൽ സുഗമമായതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്ത് ഇന്ന് 5254 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 6227 പേർക്ക് രോഗമുക്തി. രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 93.69%. മരണനിരക്ക് 1.46%. പോലീസ് നിയമ ഭേദഗതി അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് എതിരായി ഉപയോഗിക്കപ്പെടില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി നാളെ അവസാനിക്കും. ഐഎസ്എല്ലിൽ ഇന്ന് ഗോവ ബംഗളൂരു എഫ്സിയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ഞങ്ങളുടെ വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AIR News_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കുക.